ക്യൂട്ടായിട്ടുള്ളൊരു ഗിഫ്റ്റ് കാർഡ് ഉണ്ടാക്കുക കേട്ടോ. ആദ്യം തന്നെ ഒരു കട്ടിലെ പേപ്പറിൽ ഹാർട്ട് ഷേപ്പ് വരച്ചെടുക്കുക. എന്നിട്ട് അതിൽ പസിൽ പോലെ വരക്കുക കേട്ടോ. നമ്മൾ ഫുള്ളായിട്ട് അത് കളർ ചെയ്ത് കൊടുക്കുക. വൃത്തിയില്ലാതെ കളർ ചെയ്യണമെന്ന് നോക്കണ്ട കേട്ടോ. നമ്മളത് പിന്നെ കട്ട് ചെയ്തെടുക്കും, അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. പിന്നെ ഞാൻ CD മാർക്കർ വെച്ചാണ്ട് ഫുള്ളൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തിട്ടോ നല്ലോണം. നിങ്ങൾ എടുക്കുമ്പോൾ ചാർട്ട് പേപ്പർ എടുത്താൽ മതി കേട്ടോ. ഞാൻ എടുത്ത പേപ്പർ ഒരു മിൻസുള്ള പേപ്പറാണ്. കയ്യിലൊക്കെ ആകെ കളറ്, ഈ ചുവപ്പ് കളറ്. ഇനി നമുക്ക് ഈ ഹാർട്ട് ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുക, സൈഡൊക്കെ ഫുള്ള് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളൊരു പീസ് സെലക്ട് ചെയ്യുക കേട്ടോ, ഈ പസിലിൻ്റെ. എന്നിട്ട് അത് വൃത്തിയിൽ കട്ട് ചെയ്തെടുക്കുക. അത് കട്ട് ചെയ്യുമ്പോൾ നല്ലോണം നോക്കണം കേട്ടോ. ഞാൻ കത്തി വെച്ചുകൊണ്ടാണ് കട്ട് ചെയ്തത്. ശരിക്കും പേപ്പറൊക്കെ കട്ട് ചെയ്യണം നൈഫ് വെച്ചുകൊണ്ടാണ് കട്ട് ചെയ്യേണ്ടത്. എൻ്റെ അടുത്ത് നൈഫ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാ കത്തി വെച്ചാണ് കട്ട് ചെയ്ത്. അപ്പോൾ ഒന്ന് കൊളായി. പിന്നെ ഞാൻ രണ്ടാമതും എടുത്ത് കട്ട് ചെയ്താൽ കേട്ടോ അത്. ഇനി നമുക്ക് ഈ പസിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു എൻവലപ്പ് ഉണ്ടാക്കാം കേട്ടോ. ഒരു 3 cm by 10 cm ഒരു ചാർട്ട് പേപ്പർ മുറിക്കുക. എന്നിട്ട് അത് ഇതേപോലെ മടക്കി കേട്ടോ. പിന്നെ നമുക്ക് കാർഡ് ഉണ്ടാക്കണ്ടേ, എഴുതാനൊക്കെ. അതിന് നല്ലൊരു കാർഡ് എടുക്കുക. എന്നിട്ട് അതിലിത് സ്റ്റിക്ക് ചെയ്യുക കേട്ടോ. ഞാനൊരു ബ്ലൂ കളറ് ചാർട്ട് പേപ്പറാണ് എടുത്തത്. ശരിക്കും വൈറ്റാണ് എടുക്കേണ്ടിയിരുന്നത്. എൻ്റെ അടുത്ത് വൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്ലൂ എടുത്ത്. പിന്നെ നമ്മൾ ഈ എൻവലപ്പിൽ കുറച്ച് ഡെക്കറേഷൻ പരിപാടികളൊക്കെ ചെയ്യുക. ഞാൻ കുറച്ച് വരെ ഇങ്ങനെ വെറുതെ ഇട്ടെടുത്ത് പിന്നെ 2 ലവ് ചിഹ്നമൊക്കെ വരച്ച്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ടോ നോക്കണം കേട്ടോ. ഞാൻ ആദ്യം ഉണ്ടാക്കിയത് കുറച്ച് വലിയ എൻവലപ്പാണ് ഇനി. അപ്പോൾ അത് കുറച്ച് വലിയ ഓവറായി തോന്നിയതുകൊണ്ട് ഞാൻ പിന്നെ ഒരു കുഞ്ഞ് എൻവലപ്പ് ഉണ്ടാക്കി കേട്ടോ. എന്നിട്ട് അതും ഈ പേപ്പറിൽ സ്റ്റിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്താ ചെയ്താൽ. ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് കുറച്ച് കോട്ടൊക്കെ എവിടെ നിന്നൊക്കെയോ കണ്ടുപിടിച്ച്, പിന്നെ കുറേയൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടാണ്ട് അങ്ങനെ കുറച്ച് കോട്ടൊക്കെ എഴുതിയാണ്ട് വിഷ് ഫുള്ളാക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് ഹാർട്ടും, കുഞ്ഞി ഹാർട്ടും, വലിയ ഹാർട്ടും, അങ്ങനെ ഫുള്ളൊരു ഹാർട്ടുമായാണ് ഇനി എൻ്റെ ഇതിൽ നിറച്ച്. എനിക്ക് കുറച്ച് വലിയ ഹാർട്ട് വരച്ചപ്പോൾ ഞാൻ വിചാരിച്ച് ഓക്കെ ഇത് പോരാ, ഇനി കുറച്ച് കുഞ്ഞി ഹാർട്ടും കൂടെ വരക്കാൻ വിചാരിച്ച് അങ്ങനെ കുറച്ച് കുഞ്ഞി ഹാർട്ടും കൂടെ വരച്ച്. പിന്നെ നിങ്ങൾക്ക് പറയാമല്ലോ എന്തൊക്കെയാണ് അത് ഫുള്ളാ പേപ്പറിൽ എഴുതി കേട്ടോ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതും എനിക്ക് തോന്നുന്ന ഫുള്ള് ഞാൻ അവിടെ എഴുതി വെച്ചിക്കണേ. അപ്പം നമ്മൾ ക്യൂട്ട് കാർഡ് റെഡി ആയി. ഇത്രേ ഉള്ളൂ, സിമ്പിളല്ലേ. ആകെ കുറച്ച് പണിയുള്ളത് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ആ പസിൽ കട്ട് ചെയ്യണുണ്ടല്ലോ, അത് കുറച്ചൊരു പണിയാണ്. അത് സൂക്ഷിച്ച് കട്ട് ചെയ്തില്ലെങ്കിലും മുകളിലുള്ള പസിലിൻ്റെ തലയും വാലും ഒക്കെ പോകും. പിന്നെ നാട്ടിലൊക്കെ നല്ല മഴയാണല്ലേ, എല്ലായിടത്തും ഉരുൾപൊട്ടലും ന്യൂസിലൊക്കെ കാണുമ്പോൾ ആകെ പേടിയാവുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും മാക്സിമം സേഫായിട്ട് ഇരിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. പിന്നെ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുക. എല്ലാവർക്കും ഇത് ഓവർകം ചെയ്യാൻ നമ്മൾ ഇതുപോലത്തെ കുറേ ഓവർകം ചെയ്തതാണല്ലോ. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക, അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.